ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലച്ചിനെ കുറിച്ച് വരാവുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അതൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരേ ടോപ്പിക്കിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരേ ടോപ്പിക്കിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു 1.5-2 മാസക്കാലത്തോളം കവർ ചെയ്യും. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങും. അപ്പൊ ഉറങ്ങി എണീച്ചതിന് ശേഷം പക്ഷെ ഭയങ്കര കുറ്റബോധമായിരിക്കും. കാരണം അയ്യോ ഇതിന്റെ ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി അതുവരെ ആ ഒരു ഉറക്ക ക്ഷീണത്തിൽ പഠിച്ച ഫുള്ളൊന്ന് മൊത്തത്തിലൊന്ന് വൈബ്രൻ്റായി എണീച്ചിട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഒരു ആ ഉറക്കം സഹായിച്ചു എന്ന് വേണം പറയാൻ. ആക്റ്റുകൾ പഠിക്കുക എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിനെന്തെങ്കിലും ട്രിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യവും കുറച്ച് എളുപ്പമുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഈ ജനറൽ നോളേജ് ഒഴിവായി എന്നുള്ള തന്നെ വലിയൊരു സമാധാനമാണ്. GK പരിപൂർണമായിട്ടും ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ അതെന്താ രീതി എന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു രീതി ആയിരിക്കും. അതെനിക്ക് പറ്റാത്തൊരു സംഭവമായിരുന്നു. അപ്പൊ നേരെ മറിച്ച് നമ്പേഴ്സ് പൊതുവെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, താല്പര്യമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയും ഈ നമ്പേഴ്സ് റിലേറ്റഡ് ആണ്. അതായത് സെക്ഷൻ 190, 180, 194D അങ്ങനെ ഓരോരോ കാര്യങ്ങളാണല്ലോ വരിക. ഇപ്പം ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിന്റെ തന്നെ ഓരോ സെക്ഷൻസ് ഉണ്ട്. 2, 3, 4 അതെ. അപ്പൊ അതിലെ ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മളെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന റോൾ നമ്പേഴ്സ്, പിന്നെ ചില നമ്പേഴ്സ് നമുക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യും. ഇപ്പൊ 58 ആണ് എൻ്റെ റോൾ നമ്പർ എങ്കിൽ എനിക്ക് അത് എപ്പോൾ എല്ലാ കാലവും എൻ്റെ ഓർമ്മയുണ്ടോ. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുമ്പോൾ എൻ്റെ റോൾ നമ്പർ 58 ആയിരുന്നു. പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന ഈ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വണ്ടി നമ്പർ, നമ്മുടെ വണ്ടി നമ്പർ, ഇപ്പോൾ അങ്ങനത്തെ ജനനത്തി, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ നമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ജസ്റ്റ് ഒരു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നതാണ് നമ്മുടെ പൾസർ 180. അത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നതാണ്. പൾസർ 180 എന്ന് പറയുന്ന സെക്ഷൻ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും ഈ പൾസർ 180 ആണ് ഓർമ്മ വരിക. അപ്പോൾ ആ ബൈക്ക് ഓടിക്കാൻ കൊടുത്തു എന്നുള്ള രീതിയിലാണ്. അതിൽ അവരുടെ സെക്ഷൻ 180 പറയുന്നത് അലൗവിങ് അൺഓതറൈസ്ഡ് പേഴ്സൺ ടു ഡ്രൈവ് ദ വെഹിക്കിൾ ആണ്. അപ്പോൾ ആ ഒരു സാധനം ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പൾസർ വണ്ടി ഇവന് ഓടിക്കാൻ കൊടുത്തു ലൈസൻസ് ഇല്ലാതെ. എന്ന് വെച്ചാൽ താങ്കളുടെ വണ്ടി ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഓടിക്കാൻ വേണ്ടി കൊടുത്തു. അത് സെക്ഷൻ 180 ബന്ധപ്പെട്ട് ഒരു മെമ്മറി കോഡാക്കി താങ്കൾ പഠിച്ചു. ഞാൻ പഠിച്ചു. അപ്പൊ അതുപോലെയാണ് ഞാൻ എല്ലാ സെക്ഷൻസും പഠിച്ചത്. ഇപ്പൊ 194D ആണ് ഹെൽമെറ്റും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ. അപ്പോൾ അത് എൻ്റെ D എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്. അപ്പൊ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് പോയി. 194 ഞാൻ 94 ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയെല്ലാം ഉള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അത് എല്ലാ സെക്ഷൻസും എല്ലാവർക്കും ഇതേപോലെ ഒരു നമ്പേഴ്സ് റിലേറ്റഡ് ഉണ്ടാവും ലൈഫിൽ, ഓർമ്മിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പർപ്പസാണ് ഇത് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കോഡ് ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മളിത് പരിപൂർണമായും ഇത് ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ 1, 2, 3, 4 അങ്ങനെ ഓർഡറിൽ പഠിക്കുക എന്നുള്ളത് അപ്രായോഗികമായുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതായത് 180 ഡിവൈഡ് ചെയ്തു, 185 ഡിവൈഡ് ചെയ്തു, 190 ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇടയ്ക്കുള്ള കാര്യങ്ങൾ നല്ല വ്യക്തിയിൽ ഓർമ്മിച്ചു. അപ്പം എന്താണ്, ഒരു സംഭവം നടക്കുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അയ്യോ ഇത് ഈ 190ക്കും 185നും 190ക്കും ഇടയിലാണ് എന്ന് നമുക്ക് നമ്മുടെ ആ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പിക്ചറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് എന്താ പറയാ ഓർമ്മിച്ച് വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്തത്. ഈ സ്റ്റിക്കി നോട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതെ. പിന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വലിയൊരു ഇക്വേഷൻസ് ഉണ്ടാവും. ആ വലിയ ഇക്വേഷൻസ് നമ്മൾ ഇതേപോലെയുള്ള ഈ പോയിന്റ്സുകൾ, അങ്ങനെ പോയിന്റ്സുകളൊക്കെയും അത്യാവശ്യം ഒരു വലിയൊരു പേപ്പറിൽ നമ്മളതായ ഹാൻഡ് റൈറ്റിംഗ് തന്നെ നമ്മൾ നല്ല വൃത്തിയിൽ എഴുതിയിട്ട് നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡും നമ്മുടെ ഫ്രണ്ടിലും വാളുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം. നമ്മളത് ഫേസ് ചെയ്ത് നമ്മളത് കാഷ്വലായിട്ട് നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ എണീക്കുമ്പോൾ ഇരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ പിക്ചർ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ട് ഏകദേശം ഒരു 1-2 മാസം നമ്മളിത് ഡെയിലി കാണുമ്പോൾ നമ്മളെ മൈൻഡിൽ ഒരു പിക്ചറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഓർത്തെടുക്കാൻ ഒരു എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരുന്നില്ല എന്നതാണ് കാര്യം. അതായത് ഈ നമ്മൾ 2 മാസത്തോളം ഇത് നമ്മൾ
കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഡെയിലി കണ്ടു കഴിഞ്ഞാൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മളെ മൈൻഡിൽ അത് നല്ല വൃത്തിയിൽ നിൽക്കും എന്നാണ് ഞാൻ പഠിച്ചത്. ജോലി ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും ജോലി ചെയ്യാതെ ഇതിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും എന്നുള്ള 2 വിഭാഗക്കാരുണ്ട്. അതെ അതെ അതെ. അപ്പോൾ 2 കൂട്ടർക്കാണെങ്കിലും സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എത്രത്തോളം സീരിയസോടെ ഈ ഒരു എക്സാമിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമീപിക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ, പ്രഷർ, ആങ്സൈറ്റി ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? അതെ, അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളിത് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാവും. കാരണം നമ്മളിത് ഇത്രയും മാസം നമ്മളെ ലൈഫ് സ്പാന് തന്നെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BTech കഴിഞ്ഞ് അല്ലെ ഡിപ്ലോമ കഴിഞ്ഞ കാലഘട്ടം മുതലേ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇത് കിട്ടണമെന്ന്. പക്ഷേ കിട്ടൂല, അല്ലെങ്കിൽ കിട്ടാതെയുള്ള ഒരു അവസരം അവിടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. കാരണം പിന്നെ അഥവാ ഇനി നമുക്ക് ഒന്ന് ഈ ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന പ്രതിസന്ധികളും കാര്യങ്ങളും എപ്പോഴും നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് കുറക്കാനുള്ള വേറൊരു വഴിയാണ് നമുക്ക് ഈ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടതിന് ശേഷം അതിനുവേണ്ടി ഒരു ബാക്കപ്പ് പ്ലാന് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. നെഗറ്റീവ് പ്രിപ്പറേഷൻ. അതെ അതെ അതെ. അതും ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തൊരു കാര്യമാണ്. കാരണം എനിക്ക് ഇത് കിട്ടണം എന്ന് അധികം ആഗ്രഹമുണ്ട്. പക്ഷെ അഥവാ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മൾ എല്ലാവരും ഈ സംഭവം ഒന്ന് പഠിച്ചിരിക്കണം. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അത് പക്ഷെ ഓരോരാളുടെ ഡിഫറൻറ്റ് ആയിരിക്കാം ഈ സംഭവങ്ങൾ. എനിക്ക് അഥവാ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് വേറൊരു ജോലി അല്ലെങ്കിൽ എൻ്റെ ഒരു ബാക്കപ്പ് ഞാൻ ഇത്രയും കാലം എൻ്റെ കരിയറിൽ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് വേറൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു സോഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അടങ്ങുമെന്നുള്ള അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ബാക്കപ്പ് പ്ലാൻ, ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയാം, രണ്ടും അദ്ദേഹം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതെ. അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഉറക്ക് വരും. ആൾക്കാരുടെ കുത്തുവാക്കുകളും നെഗറ്റീവുകളും വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമുക്ക് ഈ എക്സാം കിട്ടി കഴിഞ്ഞ് നമുക്ക് ഈ എക്സാം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ യൂണിഫോമിൽ, ഇപ്പം എൻ്റെ ഇത് യൂണിഫോം പോസ്റ്റാണ്, എനിക്ക് ആ യൂണിഫോം ഇട്ടിട്ടുള്ള അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ അതങ്ങനെയാണ്. പിന്നെ നോൺ ടെക്നിക്കലോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇപ്പോൾ എന്താ പറയുക എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ എഞ്ചിനീയറായിട്ടോ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടോ എല്ലാം പോസ്റ്റ് ഉണ്ടല്ലോ, ഇൻസ്ട്രക്ടറായിട്ടുണ്ട്. അതൊക്കെ ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും സ്വപ്നം കാണണം. അതായത് ഞാനിപ്പോൾ യൂണിഫോം ഇട്ട് നടക്കുന്നതും നമ്മൾ മറ്റേ ആക്ഷൻ ഹീറോ ബിജുവില് നിവിൻ പോളി പറയുന്ന ഒരു പ്രസംഗിക്കുന്ന കാര്യം ഉണ്ടാണ്, സ്കൂൾ ജീവിതം എന്ന മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നല്ലേ. അപ്പോൾ അതൊക്കെ കാണുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് വേണം നമ്മളിത് പഠിക്കാൻ. അത് കിട്ടിയതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും വരില്ല. നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് പഠിക്കാനുള്ളൊരു അവസരം കൂടി നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ ആൻഡ് മേക്ക് ഇറ്റ് ആസ് എ റിയാലിറ്റി. അതെ 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 അതെ. ആ സംഭവങ്ങൾ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള സന്തോഷമാണ് കൂടുതലുണ്ടാവും. ഓരോ സെക്കൻഡിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും, ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഒരു സമൂഹത്തിനോട് കാഴ്ചപ്പാട് മാറുന്നത്, സോഷ്യൽ സ്റ്റാറ്റസ് എന്നിങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഒന്നും മാനിഫെസ്റ്റ് ചെയ്ത് അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അതെ അതെ. അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. അങ്ങനെ അത് നമ്മൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഈ ആഗ്രഹവും എല്ലാം വരും. അത് അങ്ങനെയാണ്. വരുമ്പോ തന്നെ ഒന്ന് സടപടഞ്ഞ. അതെ അതെ അതെ. സടപടന്ന് എണീച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നല്ല വൃത്തി പഠിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടും. അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ആ ഒരു കാത്തിരുന്ന വോ മൊമെന്റിനെ കുറിച്ചാണ്. നമ്മൾ കാത്തിരുന്ന് നമ്മൾ നേടിയ നിമിഷം എന്ന് വെച്ചാൽ റിസൾട്ട് വന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ആ ഒരു നിമിഷം എന്ത് തോന്നി ആ ഒരു നിമിഷത്തിൽ? അല്ലെങ്കിൽ ആ ഒരു എക്സാം കഴിഞ്ഞ കാലഘട്ടം മുതൽ റിസൾട്ട് വരുന്നത് വരെ എന്തായിരുന്നു, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയായിരുന്നു ഇത് കടന്നുപോയിക്കൊണ്ടിരുന്നത്? അതെ, അതായത് എക്സാം 2023 മെയ് 26 എക്സാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എക്സാമിൻ്റെ ഈ പ്രൊഫഷണൽ ആൻസർ കീ വന്നു. അങ്ങനെ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ചിരുന്നു പിന്നെ ഇത് കിട്ടും. അതെ അതെ, കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ റാങ്ക് എത്ര വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഏകദേശം ഒരു മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസമായി. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരു 5:30 മണി സമയത്താണ് റിസൾട്ട് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു
കോൾ അടിച്ചല്ലോ, 6th റാങ്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ആദ്യത്തെ ഒരു ടോപ്പ് 25 വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ 6th റാങ്ക് എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമായിട്ട് ഞാൻ എന്താ ചെയ്യാ, അങ്ങനെ 6th റാങ്ക് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ നമ്പേഴ്സിനെയും ഞാൻ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്പേഴ്സ് തിരിച്ചും ഇഷ്ടപ്പെട്ടു. അതെ നമ്പേഴ്സും തിരിച്ചും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് November 7 ആണ്. അപ്പോൾ November 7 ആയതുകൊണ്ട് ഞാൻ ഹോൾ ടിക്കറ്റിൻ്റെ അകത്ത് എക്സാം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 7th റാങ്ക് കിട്ടണമെന്ന് സൈറ്റിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ആ സംഭവം ഒരു നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട്, അപ്പോൾ അങ്ങനെ 7th റാങ്ക് ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് പ്രകൃതി തന്നെ ഒരു 6th റാങ്ക് തരുക എന്ന് പറയുന്നത് അതിനോട് വളരെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ 7th ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞല്ലോ. അപ്പോൾ November 6 എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്നത്. അതായത് എൻ്റെ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് പ്രകൃതി വീണ്ടും എന്നെ ഒരു അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ ഒന്ന് കൂട്ടി തരുവാന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതിന്. അപ്പൊ അതിന് ഞാൻ 7 വിചാരിച്ച് എനിക്ക് ഒന്ന് കൂട്ടി 6 തന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ തോന്നുന്നു. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടി, അതിനുശേഷം ജോലിയിൽ നമ്മൾ ഒഫീഷ്യലി സൈൻ ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം ഒരു നീണ്ട കാലയളവ് പോലീസ് ട്രെയിനിങ് കോളേജിലായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? അവിടുത്തെ അനുഭവം പറയുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒരു സെക്കൻഡ് കാര്യം പറയാം. 2024 November 6 അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതെന്ന് പറഞ്ഞല്ലോ. അതെ അതിൽ എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടിയത് 2025 January 1 ഒരു പുതുവർഷത്തിൽ. അതെ പുതുവർഷത്തിൽ ഒരു എന്താ പറയാ, പുതുവർഷ സമ്മാനം പോലെ നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആണല്ലോ അത്, January 1, 2025. അപ്പൊ അതും നമുക്കെപ്പോൾ മെമ്മറബിൾ ഒരു ഡേ ആണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരമുള്ള പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് പോകണമെന്നാണ് അപ്പോയിന്റ്മെന്റ് ഓർഡറിലുള്ളത്. അതുകൊണ്ട് 2 തീയതി തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് പോവുകയും തുടർന്ന് 3 തീയതി മുതൽ പോലീസ് ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 5 മാസ കാലയളവ് അവിടെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലൊക്കെ മുന്നേ നിന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. അത് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും കാലം നമ്മളെ വിദ്യാഭ്യാസ കാലഘട്ടമായാലും ബിടെക് കാലഘട്ടമായാലും വീട്ടിൽ നിന്ന് ഡെയിലി പോയിട്ട് വരിക എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട് മാറി നിൽക്കുക, നാട് മാറി നിൽക്കുക, നാട്ടിലെ വൈകുന്നേരത്തെ കളി, കുറെ സുഹൃത്തുക്കള്, ഇരുത്തം, സംസാരം, അതൊക്കെ അനുഭവിച്ച് വന്നൊരു ജീവിതമായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഈ ആൾക്കാരും ഒക്കെ നഷ്ടപ്പെട്ടു പോവുക, വീട് നഷ്ടപ്പെട്ട, സ്വന്തം റൂം നഷ്ടപ്പെടുക, അങ്ങനത്തെ ഒരു ഭയങ്കര വൈകാരികമായ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതിനോടുള്ള ആഗ്രഹത്തിൽ നമ്മൾ പോകണല്ലോ എന്തായാലും. അപ്പൊ അതുകൊണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് പോവുകയും തുടർന്ന് എനിക്ക് നമ്പർ 7 ബാരക്കാണ് കിട്ടിയത്. ബാരക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു 10-30 ആൾക്കാർ ഒരുമിച്ച് ഒരു ഹാള് പോലത്തെ സ്ഥലത്താണ് നമ്മൾ എന്താ പറയാ ഉറങ്ങുക, താമസിക്കുന്നത്. അതെ. അത് നമ്മൾ ആദ്യം പോകുമ്പോൾ വളരെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീടാണ് മനസ്സിലായി നമ്മുടെ ഈ ബാരക്കിലുള്ള ആ ഒരു ജീവിതം, നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ മാറ്റിമറിച്ചു. നല്ലൊരു സുഹൃത്ത് ബന്ധം നമുക്ക് കിട്ടും ആ ട്രെയിനിങ് സമയത്ത്. ഈ ബാരക്കിൽ ഒരുമിച്ചുള്ള താമസം, എപ്പോൾ നടന്നു കളിക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നതിന്റെ ഒരു ഒറ്റപ്പെടലോ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. കാരണം എല്ലാവരും ഒരേ ചിന്താഗതിയുള്ള, ഒരേ നല്ലൊരു എന്താ പറയാ ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാർ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടി. അപ്പൊ എന്ത് കാര്യം നമുക്ക് സംസാരിക്കാം, എന്ത് കാര്യം ഷെയർ ചെയ്യാം. ഇപ്പൊ എന്റെ വിഷമം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെയാണ് വിഷമം എന്ന് അവനോട് പറഞ്ഞാൽ അതേപോലെ ഓനും സമാധാനിപ്പിക്കും. അങ്ങനെയുള്ള വളരെ ഒരു സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ നല്ല ചിട്ടയായ ഒരു ജീവിതം, ഒരു യൂണിഫോംഡ് ഓഫീസർ എങ്ങനെ ആവണം എന്നുള്ള ഒരു കാര്യം പഠിക്കാൻ പറ്റിയത് പോലീസ് ട്രെയിനിങ് കോളേജിൽ വെച്ചാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, അവർക്ക് ഓർത്തിരിക്കാൻ, അവർ കീപ് മോട്ടിവേറ്റഡ് ആക്കാൻ എന്താണ് സാറിന് അവരോട് പറയാനുള്ളത്? അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വളരെ ഈ പഠിക്കുന്ന കാലയളവ് ഒരു 6 മാസമോ അല്ലെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. ആ ഒരു 6 മാസം നമ്മൾ വളരെ വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അത് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടുന്നത്. നമ്മൾ ഇടുന്ന ഹാർഡ് വർക്കിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. ഒരുപക്ഷെ നമ്മുടെ അച്ഛനും അമ്മക്കും നമ്മൾ ഒരു സാരിയോ മുണ്ടോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്താൽ കിട്ടുന്നതിൻ്റെ അത്രയും 1000 മടങ്ങ് സന്തോഷമാണ് അവർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പൊസിഷനിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും അത്. നമ്മൾ എപ്പോഴും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയം എന്ന വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ്, ഒരു 6 month ആയിരിക്കും. ആ 6 month നമ്മൾ വളരെ എഫേർട്ട് ഇട്ട് നമ്മളൊരു നെവർ ലോസ് ഹോപ്പ്, അതായത് നമ്മളെ ഒരു എന്താ പറയാ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ ഈ ഒരു 6 മാസം വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് ഉള്ള ഒരു അച്ചീവ്മെന്റ് ആയി മാറും.
ലൈഫ് ലോങ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. കൂടാതെ നമ്മളിപ്പോൾ എത്ര പണം സമ്പാദിച്ചിട്ട് നമ്മൾ അച്ഛനോ അമ്മക്കോ പേരൻസിനോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ കിട്ടുന്നതിൻ്റെ എത്രയോ 10 മടങ്ങ് സന്തോഷമാണ് നമ്മൾ ഇത്തരം ഒരു പൊസിഷനിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു ഗോൾഡൻ സ്റ്റാറിനെ കുറിച്ച് ആലോചിച്ചിട്ടും മാനിഫെസ്റ്റ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യാം, വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അത് എന്തായാലും അത്ര ഒരു ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും.